നടത്തുന്നത് നിന്റെ കരമല്ലേ, ദൈവത്തിന്റെ വിരലാണ്. എനിക്കറിയാം നിയന്ത്രിപ്പാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചിലരമേൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ജയത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി പ്രതികരിക്ക്. സ്വർഗം നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. നിന്റെ കൂടെ അവന്റെ സാന്നിധ്യം സഞ്ചരിക്കും. ഒരഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്നെ ചെറുതാക്കുന്ന രാത്രിയല്ല, നിന്നെ വലുതാക്കുന്ന രാത്രിയാണ്. നിന്റെ അകത്ത് ഇന്നലെ സൃഷ്ടിച്ചതിനെ ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. നാളെ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വേദികൾ, പുതിയ ശുശ്രൂഷകൾ നിന്റെ മേൽ സ്വർഗം പകരുന്ന രാത്രിയാണ്. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വോയിസ് ഓഫ് പീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ പവർ വിഷൻ്റെ ഈ ചാനലിൽ കൂടെ എനിക്ക് നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയുവാനും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നൽകിയിട്ടുള്ള കൊച്ചു കൊച്ചു ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം ധാരാളം ഫോൺ കോളുകൾ എനിക്ക് വരാൻ ഇടയായിത്തീർന്നു. കഴിയുന്നത്രയും ഫോൺ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യുവാനും അവരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം നൽകുന്ന മറുപടി കൂടെ, റിസൾട്ട് കൂടെ തിരിച്ച് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ധാരാളം സമയങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നൽകുന്ന കൊച്ചു കൊച്ചു ആലോചനകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. ഏതാണ്ട് 25 മിനിറ്റാണ് ഈ മെസ്സേജ് ഉള്ളത്. ദയവേത് ഈ സമയങ്ങൾ നിങ്ങൾ മറ്റെങ്ങും പോകാതെ ഈ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ പ്രത്യേകിച്ച് അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് എനിക്ക് സ്പോൺസർ ചെയ്തൊരു കുടുംബമുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ദോഹയിലുള്ളൊരു വാത്സല്യ ഫാമിലിയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയ കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് പിന്നെയും കടന്നു വരുവാനായി ഒരവസരം കൂടെ അങ്ങ് ദാനമായി നൽകിയതിന് സ്തോത്രം. വോയിസ് ഓഫ് പീസ് എന്ന ഈ TV പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ വാത്സല്യ കുടുംബത്തിനായി സ്തോത്രം. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ മനസ്സിൽ അങ്ങ് കൊടുത്ത പ്രേരണയാണ്, അങ്ങ് കൊടുത്ത നന്മയിൽ നിന്നും അവിടുത്തെ വേലയ്ക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുവാൻ അങ്ങ് കൊടുത്ത നല്ല മനസ്സിനായി സ്തോത്രം. ഞാൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആ കുടുംബത്തെ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ ധാരാളമായി അവരുടെ മേൽ പകരണം. പ്രത്യേകാൽ ഇന്ന് നടക്കുന്ന ഈ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ വിശാലമായ കൃപ പകരണം. ഇത് കഴിഞ്ഞ് അവരെഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ സമാധാനത്തോടെ എഴുന്നേൽക്കാൻ, ഒരു വലിയ സ്വസ്ഥതയോടെ എഴുന്നേൽക്കാൻ കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ചോദിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വോയിസ് ഓഫ് പീസ് സ്ഥിരമായി കേൾക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് എന്നെനിക്കറിയാം. അത് സ്ഥിരമായിട്ട് എന്നെ ഫോൺ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ TV പ്രോഗ്രാമിൻ്റെ മുമ്പിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തന ഭാഗത്തിൽ കൂടെയാണ് ഞാൻ ഈ എപ്പിസോഡ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇത് സ്ഥിരമായി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയിലും അത് നമ്മോട് സംസാരിക്കുന്ന വേദഭാഗങ്ങളാണ്.
ദാവീദിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, വലിയ വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിലൊക്കെ ദൈവം തന്നോട് കാണിച്ച സ്നേഹവും കരുതലും കാവലും ഒക്കെയാണ് താൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ കോരഹ് പുത്രന്മാർ, ആസാഫ്, അങ്ങനെ എഴുതിയിട്ടുള്ളവരൊക്കെ തന്നെ അവരുടെ ജീവിതാനുഭവത്തിൽ ദൈവം തമ്പുരാൻ പ്രവർത്തിച്ച കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന് നന്ദി കൊടുക്കുന്ന, പ്രൈസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഭാഗം തന്നെ പ്രസംഗിക്കാൻ വേണ്ടി എടുക്കാനുള്ള റീസൺ, നമ്മുടെ ജീവിതാനുഭവത്തിലൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ അനുഭവത്തിലൊക്കെ ദൈവം നമ്മളെയും സഹായിക്കും, അനുഗ്രഹിക്കും എന്നൊക്കെ ഒരു ഉറപ്പ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സങ്കീർത്തന ഭാഗങ്ങളും തന്നെ ശുശ്രൂഷിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു സങ്കീർത്തനമാണ് 121. അന്ന് നമ്മൾ അതിനകത്ത് ചിന്തിച്ചൊരു വിഷയം, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്നുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. അത് കേട്ടിട്ട് അമേരിക്കയിൽ നിന്നൊക്കെ എന്നെ പലരും വിളിച്ചു സംസാരിക്കാൻ കർത്താവ് ഇടയാക്കി. അവർക്കൊക്കെ അത് ആശ്വാസമായിരുന്നു. എന്നാൽ ഇന്നും ഞാൻ ആ സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. സ്തോത്രം! എത്ര 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 അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ് വാക്യം. അവിടെ ഇങ്ങനെയാണ്: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, അനുവദിക്കത്തില്ല. സ്തോത്രം സ്തോത്രം! നിന്റെ കാൽ വഴുതി പോവാൻ അവൻ ഇടയാക്കത്തില്ല. അത് മാത്രമല്ല, അടുത്തത്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്! എത്ര എത്ര സന്തോഷം നൽകുന്ന വാക്യമാണ് ഇത്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ ടെൻഷനുകളും തലമുറകളുടെ വിഷയത്തെ ഓർത്തൊക്കെ ഭാരപ്പെടുന്ന എത്രയോ പേർ ഈ ഉലകത്തിലുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇനി മുമ്പോട്ട് എങ്ങനെ പോകും, ഇനി എങ്ങനെ ആയിരിക്കും എൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ ലൈഫിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കും, എൻ്റെ കുടുംബം എങ്ങനെ ആയിരിക്കും, ഇനി മുമ്പോട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇന്ന് പകൽ ഈ വാക്യം ഭയങ്കര ആശ്വാസമായിരിക്കും. ഇതാണ്: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. സ്തോത്രം! അവനെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമല്ലോ? ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവ, അല്ലെങ്കിൽ യഹോവയായ ദൈവമാണ്. കാൽ വഴുതാൻ ദൈവം നമ്മെ സമ്മതിക്കത്തില്ല. ഇനി അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് ആരുടെ കാൽ വഴുതാനാണ് ദൈവം സമ്മതിക്കാത്തത് എന്നുള്ളതാണ്. ആരുടെ കാലാണ് വഴുതാൻ ദൈവം സമ്മതിക്കാത്തത്? സംശയം ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കാലായിരിക്കും. സ്തോത്രം! അപ്പോൾ ഞാൻ അതിനിങ്ങനെ പറയാം: ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കാൽ വഴുതി പോവാൻ യഹോവ സമ്മതിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പരാജയപ്പെടാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണു പോകാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പ് പറയാം: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കാൽ വഴുതി അവൻ തകർന്നു പോകാൻ യഹോവ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്! സമ്മതിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കൂ. ഒത്തിരി ഒത്തിരി എക്സാമ്പിളുകൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന പോലെയാണ് ഞാൻ ഈ മെസ്സേജുകൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം! ഞാൻ ഈ പറഞ്ഞ വാക്കിന് തെളിവുകൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. സ്തോത്രം! ഒത്തിരി ഒത്തിരി തെളിവുകൾ പറയാനുണ്ട്. യേശു ഒരിക്കലും ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം അവർക്ക് ഉണ്ടായതായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. യേശു അക്കരയ്ക്ക് അവരോട് പോയി. യേശു ആ തലേ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് അനന്തരമായിട്ട് ആ പടകിൽ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് ഈ ബൈബിളിനകത്തൊരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. സ്തോത്രം! അപ്പോൾ യേശു ഉറങ്ങുന്നു. ശിഷ്യന്മാരിങ്ങനെ തണ്ട് വലിച്ച് അക്കരയിലോട്ട് പോകുന്ന വഴിക്ക് കാറ്റ് വളരെ പ്രതികൂലമായിരുന്നു. തിരകളാൽ വലഞ്ഞിരുന്നു. മാത്രമല്ല, ആ കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി കാരണം ബൈബിളിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അമരം തകരത്തക്ക നിലയിൽ, പടക് തകരത്തക്ക നിലയിൽ അസാധാരണമായ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ യാത്ര പാതി വഴിയിൽ അസ്തമിച്ച് പോകുമോ എന്ന് ചിന്തിക്കത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. സ്തോത്രം! വളരെ എക്സ്പെക്റ്റേഷനോടുകൂടെ വെച്ച സ്റ്റെപ്പുകൾ, വളരെ ആഗ്രഹത്തോടുകൂടെ വെച്ച സ്റ്റെപ്പുകൾ, വളരെ പ്രതീക്ഷയോടെ വെച്ച സ്റ്റെപ്പുകൾ അക്കരെ എത്താതെ പാതി വഴിയിൽ തീർന്നു പോകുമോ എന്ന നിലയിലുള്ള അവസ്ഥയിലേക്ക് അവർ വന്നു. ശിഷ്യന്മാർ 12 പേരുണ്ട്. അന്നും ആ 12 പേര് ആ പടകിലുണ്ട്. അവർക്ക്, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേര് മുക്കുവന്മാരായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു. അപ്പോൾ മീൻപിടുത്തക്കാർക്ക് പടക്
വെള്ളമെന്ന് പറഞ്ഞാലും കടലെന്ന് പറഞ്ഞാലും കാറ്റെന്ന് പറഞ്ഞാലും കോളെന്ന് പറഞ്ഞാലും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ജനനം മുതൽ അല്ലെങ്കിൽ ഒരു പ്രായമാകുന്ന കാലഘട്ടം മുതൽ കടലുമായും നദിയുമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അപ്പോൾ അവരാണ് യേശുവിൻ്റെ പടകിനെ ഗൈഡ് ചെയ്യുന്നവർ. അവരാണ് ഈ പടക് നയിച്ചുകൊണ്ട് പോകുന്നവർ അല്ലെങ്കിൽ തുഴഞ്ഞുകൊണ്ട് പോകുന്നവർ. സ്തോത്രം. അപ്പോൾ ഇത് കടലിൽ ആദ്യമായിട്ട് പോകുന്നവരല്ല, ഇവർക്ക് കടലുമായിട്ട് നല്ല പരിചയമുള്ളവരാണ്. തിരമാല ആദ്യമായിട്ട് കാണുന്നവരല്ല, കാറ്റ് ആദ്യമായിട്ട് കാണുന്നവരല്ല. സ്തോത്രം. അപ്പോൾ ഈ എക്സ്പീരിയൻസ്, ഇന്നലകളിലുണ്ടായ എക്സ്പീരിയൻസുകൾ കൊണ്ട് അക്കരയ്ക്ക് ഇവർ പോകാൻ വളരെ പ്രതീക്ഷയോടെയാണ് സ്റ്റെപ്പുകൾ വെച്ചത്. പക്ഷേ ആ സ്റ്റെപ്പുകൾ അക്കരെ എത്തുന്നതിന് മുമ്പ് പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായി. മാറി 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 അവരെല്ലാം തണ്ടു വലിച്ചിട്ടുണ്ടാവണം. മാറി 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 അവരെല്ലാം തുഴഞ്ഞു കാണും. കാരണം യാക്കോബ്, യോഹന്നാന്, പത്രോസ്, അന്ത്രയോസ് ഇവരൊക്കെ തന്നെ മുക്കുവന്മാരാണ്. അവർക്ക് ഇതിനൊക്കെ നല്ല പരിചയമുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവർക്ക് അറിയാവുന്ന തരത്തിൽ ഇന്നലകളിലുള്ള അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ തുഴഞ്ഞു കാണും എന്നതിനകത്തൊരു സംശയമില്ല. പക്ഷേ ആ തുഴച്ചിൽ കൊണ്ട് അക്കരെ എത്തത്തില്ലെന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ യേശുവിനെ വിളിക്കുന്നു. യേശുവിനെ വിളിച്ചു, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നീ ഉറങ്ങുവാന്നോ? ഞങ്ങൾ നശിച്ചു പോകുകയാണ്, നശിച്ചു പോകാൻ തുടങ്ങുകയാണ്, നിനക്ക് വിചാരമില്ലയോ? ഉടനെ യേശു എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവരക്കരെ എത്തി എന്ന് ഒരു നല്ല വേദഭാഗം ഈ ബൈബിളിനകത്തുണ്ട്. നല്ല ആശ്വാസം നൽകുന്നൊരു ഭാഗം ഇതിനകത്തുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞു വരുന്നൊരു ആത്മീയ ദൂതെന്ന് പറഞ്ഞാൽ, പ്രതീക്ഷയോടെ എടുത്തു വെച്ച സ്റ്റെപ്പുകൾ പരാജയത്തിൽ കലാശിക്കും. ഇനി രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ അവർ വിശ്വസിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി യേശു അവരെ അക്കരെ കൊണ്ട് എത്തിച്ചെന്ന് ഈ വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഈ മെസ്സേജ് നടക്കുന്ന ഈ സമയത്ത് എൻ്റെ വാത്സല്യമുള്ള പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു ആത്മീയ ദൂതെന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ആശ്രയിപ്പാൻ കൊള്ളാവുന്ന, നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നിനക്ക് പിൻപറ്റാൻ കൊള്ളാവുന്ന കരുത്തനായ ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. സ്തോത്രം. നീ മുങ്ങിപ്പോകുമെന്നും നീ തകർന്നു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താവാം ഒരു പക്ഷേ ഈ മെസ്സേജ് നീ കേൾക്കുന്നത്. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിന്റെ മനസ്സൊന്ന് ഓപ്പൺ ആക്കാൻ തുടങ്ങിയാൽ, നീ മുങ്ങിത്താഴുമെന്ന് ചിന്തിക്കുന്ന ഈ പടകിൻ്റെ മുകളിൽ കൂടെ തന്നെ, ഈ കടലിൻ്റെ മുകളിൽ കൂടെ തന്നെ ജയകരമായ നിലയിൽ നിന്നെ നടത്തി അക്കരെ കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തനായ ഒരു ദൈവം ഇന്ന് പകൽ നമുക്കുണ്ട്. ഇന്നും അവൻ ജീവിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്തോത്രം. ഇന്നും ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത, ഇന്നും ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്ത, ഇന്നും ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്ന, ഇന്നും ആശ്രയിക്കുന്നവനെ ഉയർത്തുന്ന, ഇന്നും ആശ്രയിക്കുന്നവനെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം, ഏറ്റവും ഉറപ്പ് നൽകുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. ഈ ശിഷ്യന്മാരാരും മുങ്ങിപ്പോയില്ല. ഇനി മറ്റൊരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. സ്തോത്രം. അത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്തുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 3 ദിവസത്തെ ഒരു മെസ്സേജ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്. ആ മെസ്സേജ് കേട്ട ഓഡിയൻസ് 3 ദിവസവും യേശുവിനെ വിട്ടു പോയില്ല. ദൈവരാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള യേശുവിൻ്റെ ഒരു മെസ്സേജ് കേട്ട് 3 ദിവസം അവർ യേശുവിൻ്റെ കൂടെ നിന്നു. സ്തോത്രം. എനിക്കതിനകത്ത് ആശ്ചര്യമായി തോന്നിയ കാര്യം, അവിടെ ഒരു ബാലകനുണ്ടായിരുന്നു. യേശുവിൻ്റെ മെസ്സേജ് കേൾക്കാൻ കൂടി വന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ബാലകനുണ്ട്, ഒരു കൊച്ചു പയ്യനുണ്ട്. ആ പയ്യൻ യേശുവിൻ്റെ മെസ്സേജ് കേൾക്കാൻ വന്നതുകൊണ്ട് അവൻ്റെ അമ്മ അവന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അയാളെ വിട്ടിരുന്നു, ആ ബാലൻ്റെ കൊടുത്തു വിട്ടിരുന്നു. രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 3 ദിവസത്തെ പ്രസംഗത്തിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ആ ബാലൻ മറന്നുപോയി. ആ ബാലൻ മറന്നിട്ട് അവൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് ആ ഭക്ഷണപ്പൊതി കയ്യിൽ വെച്ചുകൊണ്ടാണ് യേശുവിൻ്റെ മെസ്സേജ് 3 ദിവസവും കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്, വളരെ ആശ്വാസം നൽകുന്ന മെസ്സേജ്. ഈ മെസ്സേജിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകണം. അവിടെയും ഈ കടലും കായലുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അവരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് യേശു തനിയെ പ്രാർത്ഥിക്കാനായിട്ട് മലയിൽ കയറിപ്പോയെന്ന് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. യേശു പ്രാർത്ഥിക്കാൻ മലയിൽ ചെന്നു, ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകാൻ വേണ്ടി പടകിൽ കയറി. എന്നിട്ട് അവിടെ പറയുന്ന വാക്യങ്ങനെയാണ്, പടകോ കര വിട്ട് പല നാഴിക ദൂരം
ദൂരത്തായി, പല മണിക്കൂറുകൾ ദൂരത്തായി. സ്തോത്രം. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പടക് കരയുമായുള്ള ബന്ധം വിട്ടു. അങ്ങേ കരയുമായിട്ടുള്ള ബന്ധം അടുത്തിട്ടില്ല. ലോകപരമായിട്ടുള്ള സഹായിപ്പാൻ കഴിയുന്ന ആ കരയുമായിട്ടുള്ള ബന്ധം പടക് വിട്ട് കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് തിരമാല വന്നു. തിരമാല വീണ്ടും വന്നു. കാറ്റ് വന്നു, തിരകളാൽ വലഞ്ഞു. ഇവർ തണ്ട് വലിച്ചു മടുത്തു. ആ ഭാഗം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഇവർ നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം വളരെ സന്തോഷകരമാണ്, ആശ്വാസം നൽകുന്നതാണ്. രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിൻ്റെ മേൽ നടന്ന് 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 അവരുടെ അടുക്കലെത്തി. പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയ ആളാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം നമുക്കറിയാം, താഴ്വരയിലോ കടലിലോ കാറുന്ന കാർച്ച ഒന്നും മലമുകളിൽ കേൾക്കത്തക്ക നിലയിൽ അത്രയും ശബ്ദത്തിലൊന്നും കയറാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ളത് മനുഷ്യരാണെന്നല്ലോ നമുക്കത് മനസ്സിലാകും. സ്തോത്രം. പക്ഷേ യേശു 4-ാം യാമത്തിൽ ഇവരുടെ അടുക്കലെത്തി എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അർത്ഥം ഏതാണെന്നറിയാമോ? ഇവരുടെ കാർച്ച ലൈവായിട്ട് കേട്ടോ ഇല്ലയോ എന്നെനിക്ക് നന്നായിട്ട് അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ ശിഷ്യന്മാർ അക്കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ പ്രശ്നത്തിൽ അവർ അകപ്പെട്ടിട്ടുണ്ടെന്നും യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് ഏത് പ്രശ്നമാണോ അവരെ ഭയപ്പെടുത്തിയത്, ആ കടലിൻ്റെ പുറത്തൂടെ തന്നെ, അതിൻ്റെ പുറത്തൂടെ ചവിട്ടിയാണ് യേശു അവരുടെ അടുക്കിലേക്ക് വന്നത് എന്ന് നമ്മൾ ആ ഭാഗം പഠിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് അടുത്ത എൻ്റെ ഒരു ദൂത് നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നത്, പ്രയാസങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യർക്ക് പ്രയാസങ്ങളുണ്ട്. അത് സമ്പന്നനുമുണ്ട്, സമ്പത്തില്ലാത്തവനുമുണ്ട്, ഉന്നത ജാതിക്കാരനുമുണ്ട്, താണജാതിക്കാരനുമുണ്ട്. ലോകത്തിൻ്റെ ഏത് തുറയിൽ താമസിക്കുന്നവർക്കും പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ പറയുന്നൊരു ദൂത്, യേശുവിൽ ആശ്രയിക്കുന്നവനെ മുങ്ങിപ്പോകാതെ, അവൻ്റെ കാൽ വഴുതാൻ സമ്മതിക്കാതെ അവനെ എത്തിക്കേണ്ട തുറമുഖത്തെത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്, ലോകത്തിനുണ്ട്. അത് കർത്താവായ യേശുവാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ വീണു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പക്ഷേ തണ്ട് വലിച്ച് കൈയെ കുഴഞ്ഞെന്ന് വരാം. ഒരു പക്ഷേ ഭീതി അസാധാരണമായി അകത്തുണ്ടായെന്ന് വരാം. ഒരു പക്ഷേ ഇനി രക്ഷപ്പെടത്തില്ലെന്നുള്ള ചിന്ത, പ്രത്യാശ പോയെന്ന് വരാം. ചരക്കുകൾ നഷ്ടപ്പെട്ടെന്ന് വരാം. ആഹാര സാധനങ്ങൾ പോയെന്ന് വരാം. സ്തോത്രം. ലോകപരമായിട്ടുള്ള സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അങ്ങനെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എന്നിരുന്നാലും ഞാൻ ഉറപ്പ് പറയുന്നു, കടലിൽ നീ മുങ്ങിപ്പോകുവാൻ, ഈ ആഴമേറിയ വിഷയത്തിൽ നീ വീണു പോകുവാൻ, ഈ ഗൗരവമായ വിഷയത്തിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഉറപ്പോടെ ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റും? ഈ സമയത്ത് ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് റിസീവ് ചെയ്യണം, നിങ്ങളുടെ അകത്തോട്ടൊന്ന് സ്വീകരിക്കണം. ഇതെൻ്റെ ഉള്ളം തുറന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയ മെസ്സേജാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വരുന്ന ഓരോ കോളുകളും സത്യത്തിൽ പലപ്പോഴും വിഷമങ്ങൾ ഉളവാക്കാറുണ്ട്. ഞാൻ അതിനൊക്കെ വേണ്ടി സമയമെടുത്തും എൻ്റെ ചർച്ചിലൊക്കെ ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ദിവസം വേർവിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കേൾക്കുന്ന വാക്കുകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ തന്നെ ഒത്തിരി വേദന ഉളവാക്കുന്ന, ഭാരങ്ങൾ ഉളവാക്കുന്ന വിഷയങ്ങളാണ്. കേരളക്കരയിൽ ഒത്തിരി വിഷമം അനുഭവിക്കുന്നവരുണ്ട് എന്നറിയുമ്പോൾ ഒത്തിരി ഭാരമുണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഉള്ളവരോടൊക്കെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ കുടുംബം തകരത്തില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ തലമുറയുടെ ജീവിതം മുടിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ വീട് ജപ്തി ചെയ്യത്തില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിന്റെ രോഗം നിന്നെ വിട്ട് മാറും. നിങ്ങൾ വിശ്വസിക്കൂ, നിനക്ക് സമാധാനമായ ഒരു ജീവിതം ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കൂ, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാര്യയുടെ പ്രയാസങ്ങൾ മാറും, നിന്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹം തോന്നും, നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരും, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നീ വിശ്വസിക്കൂ. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ, ഈ നന്മകൾ മുഴുവൻ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വിടുതലുകൾ മുഴുവൻ നിന്റെ കുടുംബത്തിലേക്ക് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഞാൻ ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ 1-2 എക്സാമ്പിളുകൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ വേഗത്തിൽ പറയാം. യേശുവിൽ ആശ്രയിക്കുന്നവൻ്റെ കാല് വഴുതാതെ നമ്മുടെ കർത്താവ് സൂക്ഷിക്കും. അവൻ്റെ പരാജയപ്പെടാതെ കർത്താവ് സൂക്ഷിക്കും. ഞാൻ ഒരു കുരുടനായ മനുഷ്യൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അന്ന് മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് 10-ാം അധ്യായത്തിൽ ഒരു കുരുടൻ്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ
ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. യേശുവിൻ്റെ മിനിസ്ട്രി ഇസ്രായേലിൽ തന്നെയായിരുന്നു. ഒറ്റ പ്രാവശ്യം മാത്രമേ യേശു വിദേശയാത്ര ചെയ്തിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം. അത് യേശു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടല്ല, യേശുവിൻ്റെ ബാല്യകാലത്ത് ജനിച്ച സമയത്ത് അപ്പനും അമ്മയും കൂടെ മിസ്രൈമിൽ കൊണ്ടുപോയി എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വിദേശയാത്ര ചെയ്ത ആളല്ല യേശു. കാരണം യേശു വന്നത് തന്നെ കാണാതെ പോയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ അവിടെ യെരുശലേമിലും ഇസ്രായേലിലൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ വിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ ആ 3.5 കൊല്ലത്തെ മിനിസ്ട്രിയിൽ ആ രാജ്യത്തുള്ള പല പട്ടണങ്ങളിൽ പോയി. ഗലീല, യഹൂദിയ, ശമരിയ, ദക്കപ്പൊലി, അങ്ങനെ അവിടെയുള്ള പല പട്ടണങ്ങളിൽ യേശു പോയിട്ടുണ്ട്. അങ്ങനെ യേശു പോയ ഒരു പട്ടണത്തിൻ്റെ പേരാണ് യെരിഹോ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണം. ഒരിക്കൽ യേശു ആ പട്ടണത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ശിഷ്യന്മാരുണ്ട്, പുരുഷാരമുണ്ട്. പോകുമ്പോൾ തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകൻ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ ആ വഴിയരികെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ കുരുടനാണ്, വഴിയരികെ ഇരിപ്പുണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാം, അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കുരുടനായതുകൊണ്ട് ഈ വഴിയെ പോകുന്ന ആൾക്കാർ കൊടുക്കുന്ന ഈ നാണയത്തൊട്ടുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ ഭിക്ഷക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇന്നു വരെ ആ തെരുവിൽ കേട്ടിട്ടില്ലാത്തതുപോലെയുള്ള ശബ്ദങ്ങൾ ആ തെരുവിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം അദ്ദേഹം ചോദിച്ചു, ആരാ, എന്തോ ഈ സംഭവം, ഈ ഗ്രാമത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ കൂടെ ഇപ്പം ഇത്രയും തിരക്ക്, ഈ സൗണ്ടിൻ്റെ എന്താ കാരണം എന്തോ. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, യേശു അതിലേ പോകുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ മനുഷ്യൻ്റെ ലൈഫിനെ ടേൺ ചെയ്യിപ്പിച്ചൊരു പദമാണ്, യേശു അതിലേ പോകുന്നു എന്നുള്ള പദം. കാരണം ഈ മനുഷ്യന് കണ്ണ് കാണത്തില്ലെന്നുള്ളത് സത്യമാണെങ്കിലും ചെവിക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് 3.5 കൊല്ലത്തിൽ അല്ലെങ്കിൽ 2 കഴിഞ്ഞ നാളുകളായിട്ട് യേശു ഓരോ പട്ടണത്തിലും ചെയ്യുന്ന അത്ഭുതങ്ങൾ ഈ ആളിങ്ങനെ കേൾക്കുന്നുണ്ട്. യേശു അവിടെ രോഗിയെ സൗഖ്യമാക്കി, യേശു ഇവിടെ മരിച്ചവനെ ഉയർപ്പിച്ചു, യേശു അവനെ മുടന്തിനെ സൗഖ്യമാക്കി, യേശു അപ്പുറത്ത് കുരുടനെ സൗഖ്യമാക്കി. ഇങ്ങനെ ഓരോ പട്ടണത്തിലും കേൾക്കുന്ന രോഗസൗഖ്യങ്ങൾ ഈ മനുഷ്യന്റെ ചെവിയിൽ ഇങ്ങനെ എത്തുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യങ്ങളാണ്, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് യേശു ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയാൽ ആ ഗ്രാമം മൊത്തം അറിയും ഈ സൗഖ്യമാക്കിയെന്ന്. അതുകൊണ്ട് യേശുവിനെ പറ്റുള്ള ശ്രുതി ആ പട്ടണം മൊത്തം പരന്നെന്ന് പല വാക്യങ്ങളും ബൈബിളിനകത്തുണ്ട്. അപ്പൊ ഈ മനുഷ്യന്റെ ചെവിയിലും എങ്ങനെയോ വന്നു യേശു സൗഖ്യമാക്കുന്ന ആളാണ്. സ്തോത്രം. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്, അവൾ സ്വാഭാവികമായിട്ട് ഇതിൽ എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ഈ വഴി കൂടെ എങ്കിലും യേശു ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, എൻ്റെ വീടിൻ്റെ അരികെ കൂടെ, ഞാൻ ഈ ഇരിക്കുന്ന ഈ തെരുവിൻ്റെ സൈഡിൽ കൂടെ ഒരിക്കൽ യേശു വന്നിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ച് കാണണം, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അന്ന് യേശു അതിലേ ചെന്നു. അപ്പോൾ യേശു വരുന്നു, ഇതിലേ പോകുന്നു എന്ന വാക്ക് ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ചലനം ഉണ്ടാക്കി, ഒരു വലിയ വിശ്വാസമെങ്കിലും വർദ്ധിപ്പിച്ചു, ഒരു വലിയ ശക്തി വ്യാപരിച്ചു. എന്നിട്ട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ അദ്ദേഹം ഒരൊറ്റ വിളിയാ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. സ്തോത്രം. ആ വിളിയെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സകലതും മറന്നുള്ളൊരു വിളിയാണ്. കാരണം ഇനി എനിക്ക് ഇങ്ങനൊരു അവസരമില്ല, ഇനി ഈ തെരുവിൽ കൂടെ യേശു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല, ഇനി ഇതിലെ ഈ വഴിക്ക് യേശു പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്, ഈ സുവർണാവസരം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വിടുതൽ ഉണ്ടാവത്തില്ല എന്നൊരു ചിന്ത ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് അസാധാരണമായി ഭരിച്ചു കാണും. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ജീവിതം എത്രത്തോളം ശബ്ദമെടുക്കാൻ പറ്റുമോ ആ ശബ്ദമെടുത്തുള്ള വിളി, യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ മുന്നടക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കേ, നീ ശാന്തമായിട്ടിരിക്കേ, മിണ്ടാതിരിക്കേ. അവരെ സംബന്ധിച്ചോളം പ്രോഗ്രാമിൻ്റെ സക്സസ് ആണ് വിഷയം. യേശുവിനെ പരിക്ക് പറ്റാതെ, പരിഭവങ്ങൾ പറ്റാതെ, മറ്റു പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഇവിടുന്ന് കയറി അപ്പുറത്ത് കൊണ്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ സംഘാടകരുടെ എപ്പോഴത്തെയും പ്രശ്നം വിടുതൽ എന്നതിനപ്പുറമായിട്ട് പ്രോഗ്രാമിൻ്റെ സുഗമമായ നടത്തിപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ കൊണ്ടുപോകുന്ന ഗൈഡ് എന്നവരൊക്കെ പറഞ്ഞാണ് മിണ്ടാതിരിക്കടാ. കാരണം അവർക്ക് മീറ്റിങ്ങിൻ്റെ സക്സസ് ആണ് വിഷയം, ഡെലിവറൻസ് അല്ലല്ലോ. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതമാണ് വിഷയം, ഈ മനുഷ്യൻ ജീവിതമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ സൗഖ്യമാക്കണം, യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ വിളി യേശു കേട്ടു. അനേകരും നിക്ക് ഒച്ച ഉണ്ടാക്കല്ല്, നിന്ന് വിളിക്കരുത്, മിണ്ടാതിരിപ്പീൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും കണ്ണ് കാണാത്തവനല്ലേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. സ്തോത്രം. ഭാരം അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ, രോഗികൾക്കല്ലേ അതിൻ്റെ പ്രയാസം അറിയത്തുള്ളൂ. സ്തോത്രം. മറ്റുള്ളവർക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ ഇതിന് സൗഖ്യം കിട്ടുമല്ലോ, കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൽ ഈ മനുഷ്യൻ ഒറ്റ വിളിയാം. യേശു അത് കേട്ടു നിന്നു. എന്നിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ഈ മിണ്ടാതിരിക്കാൻ പറഞ്ഞവർ തന്നെ അവനെ വിളിച്ച് അടുക്കൽ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഈ വിളിയുടെ പിമ്പിലുള്ള നിൻ്റെ ഉദ്ദേശം എന്തോ? അറിയാൻ നിനക്ക് സൗഖ്യമാണ് ആവശ്യമെന്ന്, പക്ഷേ നിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഗുരു എനിക്ക് കാഴ്ച കിട്ടണം. എനിക്ക് രസകരമായി തോന്നിയൊരു മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുരുടനെ വിളിച്ചപ്പോൾ അവനെ പുതച്ചിരുന്ന പുതപ്പിട്ടേച്ച് വന്നെന്നാണ് ഈ ബൈബിളിനകത്തുള്ള വാക്യം. പുതപ്പിട്ടേച്ച് വന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ പുതപ്പെന്ന് പറയുന്നത് എരിഹോവിൽ
ഭിക്ഷ എടുക്കാനുള്ള ലൈസൻസ് ആണെന്നാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്. യേശു വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ ലൈസൻസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശു ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്തിടണം? ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച കിട്ടണം റബ്ബൂനി, എനിക്ക് കാഴ്ച കിട്ടണം. അടുത്ത വാക്യതാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. അവൻ സൗഖ്യമുള്ളവനായി കണ്ടു കാണുന്നവനായി മടങ്ങിപ്പോയെന്ന് ഈ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കറിയാമോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ തീർക്കാതെ, അവനെ തകർക്കാതെ, അവനെ പരിപാലിക്കുന്ന, ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കാല് വഴുതി പോകാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഈ കുരുടൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? നിന്റെ മനസ്സൊന്ന് തുറക്കാമോ? ഇങ്ങനെ ഭാരം കയറി 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 മനസ്സിങ്ങനെ അഗ്നിപർവ്വതം പോലെ വെക്കുമ്പോൾ ഇന്ന് പകൽ ആ അഗ്നിപർവ്വതം ഒന്ന് പൊട്ടിക്കും. മനസ്സിനകത്തുള്ള ഭാരം ഒന്ന് പറ. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഭാരം കേൾക്കാൻ ആരുമില്ല, ഇതൊന്ന് പറയാൻ ആരുമില്ല. സ്തോത്രം. തീർച്ചയായിട്ടും ഉണ്ട്. നിന്റെ ഭാരം കേൾക്കാൻ, നിന്റെ വിഷമങ്ങൾ കേൾക്കാൻ, നിന്നെ പരിപാലിക്കാൻ കരുത്തനായൊരു ദൈവം ഉണ്ട്. യേശു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പറ, കർത്താവേ, നിന്നെ വിശ്വസിക്കുന്നവൻ്റെ കാൽ വഴുതാൻ നീ സമ്മതിക്കത്തില്ല എങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ ലൈഫിനകത്ത് നീ ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്ത് നീ ഇറങ്ങി വരണം, എൻ്റെ സമൂഹത്തിൽ നീ ഇറങ്ങി വരണം, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ നീ ഇറങ്ങി വരണം, എൻ്റെ കുടുംബ ജീവിതത്തിൽ നീ ഇറങ്ങി വരണം. നിൻ്റെ സംരക്ഷണം എനിക്ക് ആവശ്യമാണ്, നിൻ്റെ കരുതൽ എനിക്ക് ആവശ്യമാണ്, നിൻ്റെ പ്രവൃത്തി എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ നിൻ്റെ കുടുംബത്തിനകത്ത് വരും. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ കൂടെ ഈ വചനത്തിൽ കൂടെ പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ കാൽ വഴുതി പോകാൻ, അവൻ തകർന്നു പോകാൻ യഹോവ സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്, മയങ്ങത്തില്ല. വിശ്വസിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ധാരാളമായിട്ടുള്ളത്. ഒരു സ്വസ്ഥത ദൈവം പകരണം, ഒരു വിടുതൽ അവർക്ക് പകരണം. ഈ ആഴ്ച സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പാനുള്ള ദിവസങ്ങൾ കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് വരെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ എപ്പിസോഡ് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെയാണ്. അതിൽ തന്നെ വിളിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ള നമ്പറിൽ കൂടെ നിങ്ങൾ വിളിക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.